ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പിറവമാണ്. പിറവത്ത് നമുക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം എന്തുവാണെന്ന് ചെറുതല്ല, വലിയൊരു പ്രോഗ്രാമാണ്. ജ്യോതികാജ ഇതിനു മുന്നേ പോയി ഒന്ന് അവിടെ ഒന്ന് കസർത്തിയിട്ടൊക്കെയാ വന്നത് ജ്യോതിഷനായിട്ട്. നമ്മളെ ഫോളോ ചെയ്യുന്ന ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ പേര് കമന്റ്സിനകത്ത് നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ വന്ന് കണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്കിറ്റ് കണ്ടു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. ഇന്നലെ ചെങ്ങന്നൂരത്ത് പോയപ്പോഴും കുറെ പേര് പറഞ്ഞു കണ്ടവരൊക്കെ, ഇന്നലെ ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്നല്ലേ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ആണോ? കണ്ടവരൊക്കെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ വന്ന് സംസാരിക്കാൻ ഇറ്റം വേറെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമില് നമ്മള് അത് കപ്പിൾസിന്റെ മാത്രമായിട്ട് എന്തോ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആ പ്രോഗ്രാമിന്റെ അല്ല ഇത് അത് വേ ആണോ? ആ, ഇത് വാലന്റൈൻസ് ഡേയുടെ പ്രോഗ്രാമിന് നമ്മള് രണ്ടുപേരും, അത് ഇപ്പം എന്റെ ഒരു പ്രോഗ്രാമാണ്, അത് അതിന്റെ ഒരു പ്രോഗ്രാം അല്ല ഇത്. അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള തന്നെ കപ്പിൾസിന്റെ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ അതിന് പോവുകയാണ് ഗൈസ്. അപ്പൊ ഇതല്ല എന്റെ കോസ്റ്റ്യൂം, ജ്യോതികാജയുടെ കോസ്റ്റ്യൂം ഇതല്ല. ബാക്കി എല്ലാരും റെഡിയായിട്ട്. അതെ, ജ്യോതിയമ്മ എന്റെ സാരിയാണ് ഇട്ടേക്കുന്നത്. അമ്മയ്ക്ക് ഫസ്റ്റ് അത് ഇഷ്ടപ്പെട്ടപ്പോ മാറ്റി വെച്ചിരുന്നതാണ്. നല്ല ചെങ്ങന്നൂരമ്പലത്തിൽ പോയപ്പോ കുറച്ചു പേരെ കണ്ടോളൂ, അതുകൊണ്ട് ചോദിച്ചത് അവിടുത്തെ അമ്മ സാരിയാണോ എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയെ പിടിച്ചെടുത്ത് സാരി കണ്ടോണ്ട് നമ്മളെ മനസ്സിലാക്കി ഗൈസ്. കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. അയ്യോ, അതിന്റെ പുള്ളി ഷാപ്പിൽ കൊണ്ടുപോയിട്ട് തന്നു. എന്റെ പൊന്നു പോലെ ഒരെണ്ണം തിന്നിട്ട് അയ്യോ വായിക്കാത്ത നിറഞ്ഞു നിൽക്കും ഈ സാധനം. ബീഫ് അത് നമ്മള് ചെറിയൊരു കഷ്ണം എടുക്കുന്ന പോലെ ഇത് കടിച്ചു കഴിയുമ്പോണ്ടല്ലോ, പക്ഷെ അത് ഉപ്പായോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ പക്ഷെ ഞാൻ തിന്നതിന് ഉപ്പൊന്നും ഇല്ലായിരുന്നു. അവരന്ന് ഷാപ്പിൽ കിട്ടിയതല്ലേ, എനിക്ക് എന്റെ കൂട്ടുകാരനടുത്തുണ്ട് സാഞ്ചസ് എന്ന് പറഞ്ഞ, അവൻ കൊണ്ടു തന്നതാ. ട്രെയിനെ വെച്ച് അങ്ങനെ അത് തിന്നതാ. അതും കൊറേ ഉടുമ്പറച്ചെല്ലാം കൂടെ തെണ്ടി എനിക്ക് തന്ന്. എന്നിട്ട് ഞാൻ എന്റെ ദേഹം എല്ലാം കൂടെ ചൊറിഞ്ഞ് തടിച്ച് നാശമായി. ഫ്ലോട്ട് ആരാ അത്? രാവണനല്ലേ, ഹനുമാനാ ഇതിങ്ങനെ കൊണ്ടുവന്ന ഹനുമാനല്ലേ? ഇടിയറച്ചിന്നൊക്കെയാ പറയുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ആനയാ, അറിയത്തില്ല പേര്. കൊണ്ട് കണ്ടാ മനസ്സിലാക്കി ചെറുപ്പളശ്ശേരിക്കാരനാ കേട്ടോ. ചാച്ചി ഗൈസ്, ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏതെങ്കിലും സ്പോട്ട് തപ്പണം. രാവിലെ അവിടെ ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഫുഡ് ഉണ്ട്, അതാ കണ്ട. ഫുഡ് ഉണ്ടേ എന്തായാലും നമുക്ക് അറിയത്തില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം. റെസ്റ്റോറന്റുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഉറക്കം വരുന്നു. ചച്ചന് ഉറക്കം വരുന്നുണ്ടോ? വിശപ്പാണോ? ജ്യോതികാജയ്ക്ക് നടുവേദന, തലവേദന എന്നിവ വേദനകളാണ്. എനിക്ക് ഉറക്കം വരുന്നു. നമ്മൾ ഫൈനലി ഒരു കടയിലിറങ്ങുന്നു. എനിക്ക് ഇനി ഇറങ്ങാനും കയറാനും വയ്യ. സോ നമ്മൾ കാറിലിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ജ്യോതികാച്ച് പിന്നെ അണ്ണാക്ക് തുറക്കത്തില്ലേ? ഞാനെന്തിനാ തുറക്കുന്നതാ? തുറന്നു കാണിച്ച്. പല്ലൊന്നും തേച്ചില്ല രാവിലെ. പല്ലൊക്കെ തേച്ച്
ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് എങ്ങനെയൊക്കെ ഉത്തരം പറയണ്ട? എന്താ നിന്റെ പേര്? എന്താ എന്റെ പേര്? ജ്യോതികാജ്. പിന്നെ ഇവൻ എന്റെ ആരാ? എനിക്കറിയത്തില്ല. വണ്ടിയില് ഇടയ്ക്ക് വന്ന് കയറുന്നത് മാത്രമേ എനിക്കറിയത്തുള്ളത്. പറ. ഞാൻ എന്താണ് പറയേണ്ടത്? അവര് ചോദിക്കുന്നത് നീ ട്രയല് ചെയ്യിപ്പിക്കേ. പറയാ. നിങ്ങളുടെ പ്രണയം എങ്ങനെയാ തുടങ്ങിയത്? അതൊരു കൂട്ടുകാരൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കൂട്ടുകാരന് ബ്രോക്കറായിട്ട് വന്നു. ലാസ്റ്റ് ബ്രോക്കറിന്റെ തലയിൽ ഞാനായി. അങ്ങനെ ഞാൻ പറയുക. എന്തിനാ പറയാണ്ടിരിക്കുന്നത്? എന്നിട്ട് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ആരും ഇല്ല. ഞാൻ അനാഥയായിരുന്നു. അവനെ അനാഥനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലായതാണ്. പ്രേമിക്കുന്നവരെ പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? ദൈവത്തെ ഓർത്ത് ചാടരുത്. അപകടത്തിലേക്കുള്ള വഴിയാണ്. നോക്കി കണ്ടൊക്കെ പ്രണയിക്കണം. അതെ, നോക്കിയും കണ്ടോ ഒക്കെ. അപ്പൊ എത്ര പേരെ നീ നോക്കി? അങ്ങനല്ല, സ്വഭാവവും. എടി അവർക്ക് ഒരു ഇത് കൊടുക്കുക. ഞാൻ മോട്ടിവേഷൻ. എന്ത് മോട്ടിവേഷൻ? ആരാ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ആ മുഖം ഒന്ന് കാണിച്ചേ. എന്താ കുഴപ്പമെന്താ? നോക്കിയും കണ്ടൊക്കെ പ്രണയിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, ഞാൻ ഇതിന്റെ അടിയിൽ കുറച്ച് ചാറ്റും ചീറ്റും ഒക്കെ കാണിക്കട്ടെ ലൈവായിട്ട്. ഞാനല്ലേ എഡിറ്റ് ചെയ്തത്. നമ്മുടെ ഫുഡ് എങ്ങനെ വന്നിരിക്കുകയാണ്. എനിക്ക് 2 ഇഡ്ഡലിയും ചട്നി, സാമ്പാറ്. ഇതെന്തോ ഒരു വേറൊരു ചട്നി. അവക്ക് നെയ് റോസ്റ്റ്, പിന്നെ സെയിം കറി. തലയാട്ടം മാത്രമേ ഇന്നുള്ളൂ. ഇതെനിക്കിന്ന് ഊർജ്ജമില്ല. ഇത് കഴിച്ചിട്ട് നമുക്ക് നോക്കണം ഊർജം വരുമോ ഇല്ലയോ എന്നൊക്കെ. ഇത് കഴിക്കുന്ന ഈ ഫുഡ് പോലെ ഇരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചു ഞാൻ മാത്രം. നമ്മള് കഴിച്ചില്ല. നെയ് റോസ്റ്റ് കഴിച്ചിട്ട് അതിന് മൊത്തം നെയ്യാണ്. തിരിച്ചു കൊണ്ട് കളഞ്ഞു. നെയ് റോസ്റ്റിനകത്ത് പിന്നെ എന്തോ നെയ്യല്ലാണ്ട്. എന്നാലും കുറച്ച് കുറയ്ക്കണം. നെയ്യുടെ ചൊവ. എന്തുവാ പിന്നെ അല്ലാണ്ട് നെയ് റോസ്റ്റിനകത്ത് പിന്നെ നെയ്യല്ലാണ്ട് പിന്നെ എന്തുവാ? കോഴിമുട്ടക്കകത്ത് പിന്നെ കോഴി ഉണ്ടല്ലോ. അല്ല കോഴിക്കട്ടക്കകത്ത് കോഴി ഉണ്ടല്ലോ. ഇല്ലല്ലോ. അതിന്റെ പേര് കോഴിക്കട്ട നല്ലല്ലോ. എന്നാ ഞാൻ കോഴിക്കട്ടേന്നാ പറയുന്നത്. കുറച്ച് പിന്നെ ചുമ്മാ എന്തൊക്കെ വിവരക്കേട് പറയാ. എടാ ഒരു നാൾ അല്ലല്ല അങ്ങനല്ല. നീ നോക്ക്, ഞാൻ പറയാം. ഒരു നാൾ പച്ചല മേളിൽ ഇരുന്ന് പഴുത്തേല. അങ്ങനല്ല, ഞാൻ പറയാം. ഒരു അമ്മച്ചി ഒരു ജീൻസിന്റെ ടോപ്പൊക്കെ ഇട്ടോണ്ട് ഇപ്പൊ അങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും പ്രായമായി കഴിയുമ്പോ ഇങ്ങനെ ആയിരിക്കാന്ന്. അപ്പൊ അവൻ ചിരിക്കുന്ന. എന്നിട്ട് പറഞ്ഞു, ഓ എനിക്കത് ആലോചിച്ചിട്ട് എനിക്ക് വയ്യെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നാൾ പഴുത്തല താഴെ വീഴുമ്പോ പച്ചല മണ്ടക്കിരുന്ന് ചിരിക്കും. ഒരു നാൾ പച്ചലയും താഴെ വീഴും, പഴുക്കും, താഴെ വീഴും. മഹത്തായ വാക്കുകൾ ഇതുവരെ തിരിച്ചാ പറഞ്ഞത്. ജ്യോതികയുടെ സ്റ്റാൻഡപ്പ് ഉണ്ട്. എന്റെ സ്റ്റാൻഡപ്പ് ഇല്ല. ഉണ്ട്. ഇല്ല. ഭയങ്കര കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. കൗണ്ടർ ഇല്ല. ജ്യോതികജെ പറയുവാ വാഷിംഗ് ബൗളിലെത്തി ഞാൻ എടുത്തോട്ടെ. ഞാനല്ല, നീ എടുക്കുന്നോന്നാ ചോദിച്ചത്. വണ്ടി ചരിഞ്ഞു. അമ്മ ഇരുന്നു. ജ്യോതിയമ്മ കേറിയതാ. വണ്ടി ചരിഞ്ഞെന്ന് എന്താ ഉറങ്ങിയെന്നാ? നിരങ്ങി വണ്ടി നിരങ്ങി. അല്ല വേണ്ട,
നീ ഇച്ചിരി കുടിച്ചോ? എനിക്ക് വേണ്ട. നല്ല കാപ്പിയാ. നീ മധുരം കൂട്ടി. മധുരം കുറവാ. പിടിച്ചോ, കുടിച്ചോ. എടാ ഇച്ചിരി കുടിച്ചോ. കുടിച്ചോ, എനിക്ക് വേണ്ട. എന്നാ കുടിക്കണ്ട. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി സ്ട്രേറ്റ് ഗോ ടു ഫ്ലവേഴ്സ്. ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാമെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. കുടുംബശ്രീയാണ്, പക്ഷെ എന്നാലും നല്ല അച്ഛനെ നേരത്തിലേ പോയാലും കുടുംബശ്രീ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ പ്രീമിയം കുടുംബശ്രീയാ, അതല്ലാതെ അല്ലേ? പ്രീമിയം കുടുംബശ്രീ എന്ന് പറഞ്ഞ പണ്ട് തന്നെ ഒരു ഓലക്കുടലിൽ കൊണ്ട് കേട്ടിട്ടുണ്ട്. അതും ജീവിക്കാൻ വേണ്ടി അല്ല എന്താ ഫുഡിന്റെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എത്ര അടുത്ത് പോയി കഴിച്ചിട്ടുണ്ട്. അയ്യോ കമ്മലിട്ടിട്ടില്ല. അപ്പൊ നല്ല ഫുഡായിരുന്നു ഗൈസ്. ജ്യോതികാജയുടെ മാത്രം ഗീ റോസ്റ്റിന് ഭയങ്കര ഗീ ആയിപ്പോയി. അത് ശരിക്കും സാമ്പാർ ഇട്ട് കഴിച്ചാൽ മതി. സാമ്പാർ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ വായു കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഇന്ന് വായു, തലവേദന, തുമ്മല്, ഒരാൾക്ക് ഉറക്കം, മൊത്തത്തിൽ അയ്യോ. ജ്യോതികാജ മേക്കപ്പ് ഇടാൻ പോവാണ്, കോസ്റ്റ്യൂം ഒക്കെ മാറാൻ പോവാണ്. നമ്മൾ ഫ്ലവേഴ്സ് ടിവിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ചേട്ടനാണോ മീശ പഠിച്ചു കൊടുത്തത്? ആണോ? ഞാൻ മീശ പഠിച്ചു കൊടുത്തത്. ജ്യോതികാജ സെലിബ്രിറ്റി ജ്യോതികാജയ്ക്ക് എല്ലാരും മേക്കപ്പ് റൂമിലൂടെ കയറുകയാണ്. ജ്യോതികാജയ്ക്കൊക്കെ ഇവിടെ സെപ്പറേറ്റ് മേക്കപ്പ് റൂമൊക്കെ, ഡ്രസ്സിംഗ് റൂമോ? അങ്ങനെ ഞാൻ കോസ്റ്റ്യൂം മാറി. അപ്പി സ്ക്രീൻ മൊത്തം അപ്പി. ഇതാണ് ഗൈസ് എൻ്റെ ഷർട്ട്. ഞാൻ ഷർട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, പാൻറ് സെയിം ഇത് തന്നെ, ഈ സെയിം പാൻറ് തന്നെ. ഷർട്ട് എന്നിട്ട് മാറ്റി. ജ്യോതികാജ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ അത്ര ഇല്ല. പറഞ്ഞു നമുക്കായിട്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു അടിപൊളി ഗൗണാണ്. ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ്, പക്ഷെ ഇതിന്റെ ഭംഗി കണ്ടില്ലേ, ഭയങ്കര ഫ്ലെയറും അടിപൊളി അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മൾ കയറുമായിരിക്കല്ലേ? രാവിലെ നന്നായിട്ടൊന്ന് ഉറങ്ങേണ്ടതായിരുന്നു. ജ്യോതികാജയും പകുതിയാ ഉറക്കത്തി. എന്താ മിണ്ടാത്ത? അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഫുഡ് കിട്ടും, ഫുഡ് കഴിക്കാൻ പോവാം. അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്താ പറയാ, എങ്ങനെ ഉണ്ടായിരുന്നടി? ജ്യോതികാജയ്ക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് ടെൻഷനേ ഇല്ലായിരുന്നു. അതെനിക്ക് ഇവന്റെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ. ഇവന്റെ മുഖം മാറുന്ന എനിക്ക് പിന്നെ എന്റെ മുഖമൊന്നും മാറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ടെൻഷൻ ഉണ്ടെന്ന്. ജ്യോതികാജയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പിന്നല്ലാണ്ട് ഡയലോഗ് പറയടാ, പറയത്തില്ല, നീ പറഞ്ഞാ മതി. ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കേണ്ടി വന്ന എനിക്കാ. ആദ്യം മോനാ ഡാൻസ് കളിക്കുന്നത്. അവര് വൈബ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നില്ല, ഓരോന്ന് കാണിക്കാൻ നിങ്ങളെ കുറെ നേരം വിളിക്കുക. ഞാനത് കണ്ടു. ഞാൻ ആ കറുത്ത കണ്ണാടി കാത്തു വെച്ചിട്ട് നോക്കി. ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുവോ? അല്ലല്ല, അല്ല, നമ്മള് നിന്നോടൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം ചേട്ടനല്ലേ, ആ ചേട്ടനെ ഇടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നത്. ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പറ്റും ആ ചേട്ടൻ ഡാൻസ്. അപ്പൊ പിന്നെ അപ്പൊ ഇടുന്ന പറ്റോ ഞാൻ ഡേഞ്ചർ ഓക്കെ. ഫൈനലി ഗൈസ് നമ്മൾ അങ്ങനെ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ. അത്രയും വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് ഇരിക്കാൻ പറ്റി, പിന്നെ അവരോടൊക്കെ സംസാരിക്കാൻ പറ്റി. പിന്നെ ജ്യോതികാജെ ഇവിടെ വന്നപ്പോ പോലെ തലയാട്ടേ ഉള്ളല്ലോ. ഇതിനൊന്ന് പറയടി, ഇനിയെങ്കിലും ഒന്ന് പറ. സന്തോഷമുണ്ട്, പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യം. അത് ആ ടെൻഷനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് മാറി.
പിന്നെ നമുക്ക് കിട്ടിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാര്യം അത്രയും പേര്, അത്രയല്ല നമ്മൾ കൊച്ചിലോട്ട് ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. സന്തോഷം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന ഫ്ലവേഴ്സ് ടിവിക്കും താങ്ക് യു. കൊള്ളായിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ്. നല്ല ഹാപ്പിയായി. ഞങ്ങള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞങ്ങളുടെ മുഖത്ത് നല്ല വ്യത്യാസം. കാരണം ഞങ്ങൾ മേക്കപ്പ് ഇട്ടു. എങ്ങനെ നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തി. ജ്യൂസ് കുടിച്ച് തീർത്ത് കഴിയുമ്പോഴേ അവൻ ജ്യൂസ് കുടിക്കാൻ പോകുന്ന ആരും ഓർക്കുന്നത്. റോഡിൽ കൂടെ വല്ല പെണ്ണുങ്ങളുടെ കുണ്ടി നോക്കിക്കൊണ്ടിരുന്നാലും എങ്ങനെയാ വ്ലോഗ് എടുക്കുന്നത് നീ ഓർമ്മിപ്പിച്ചോ? അവള് ഓർമ്മിപ്പിച്ചില്ല. അവളാ ജ്യൂസ് മൊത്തം ഒറ്റ വലിക്ക് കയറ്റിയിട്ട് ഇരിക്കുക. എനിക്ക് അവിടെ നാരങ്ങാവെള്ളം റെഡി ആവുന്നതേ ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നു. അതിപ്പോ എല്ലാടും അങ്ങനെയൊക്കെ തന്നെ. വ്ലോഗ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഇരിക്കും പുറത്തോട്ട് നോക്കി, പെണ്ണുങ്ങളെ നോക്കി. ഇത് ബാക്കി എല്ലാരും തിന്നുന്നുണ്ട്, ഞാൻ മാത്രല്ല തിന്നുന്നത്. ഉടനെ ഒറ്റ ഇറക്ക്. എന്താ ഇത്? മിക്സിയോ? എന്താ സൗണ്ട്? ചവയ്ക്ക് നീ ചവയ്ക്ക്. കണ്ണ് പറഞ്ഞിരിക്കുന്നടി. പക്ഷെ എനിക്ക് എരിവില്ലായിരുന്നല്ലോ. Guys, finally we are reached in ലുലു മാൾ. ഞങ്ങൾ ആരും ഇറങ്ങുന്നില്ല. ചോദ്യാജി ഇവിടെ പെടുത്തു. ഞാൻ പെടുത്തല്ല, പിന്നെന്തുവാ പെടുത്തു. ഉപ്പുവെള്ളം താഴെ പിന്നെ ഉപ്പുവെള്ളം. അയ്യോ അവിടെ പെടുത്തു. എന്റെ ഏട്ടൻ പെടുത്ത അപ്പൊ ഞാനും പെടുക്കും. ഞാൻ പെടുത്തില്ലല്ലോ. നീ പെടുത്തല്ല, നീക്കറി രണ്ടാമത്തെ പാന്റ് മാറ്റിയതാ. ഞാൻ പാന്റ് മാറ്റിയില്ല. അതാണ്ട് വീഡിയോ എടുത്ത് തെളിവുണ്ട്. ലുലുമാളിൽ കയറിയില്ല ഗൈസ്. നമ്മള് അച്ചാച്ചനെ പറഞ്ഞു വിട്ട്. നീയല്ലേ പറഞ്ഞു അച്ചാച്ചനോട് പോവാൻ? അച്ചാച്ചനെ പറഞ്ഞു വിട്ട്. ജ്യോതിക ചേക്ക് വലിയ സാരി ബിസിനസ് ഒക്കെ നടത്തുന്നതുകൊണ്ട് അയൺ ബോക്സ് കത്തിപ്പോയി. ഇപ്പോൾ പുതിയ അയൺ ബോക്സ് വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകുന്ന വഴി തിരിച്ചു വരാനായിട്ട് ലുലു വരണം. അപ്പോൾ ലുലു മാളിൽ നിന്നൊക്കെ വന്ന് അയൺ ബോക്സ് വാങ്ങിക്കുന്നത്. നമ്മളെ വീട്ടിലെത്താറായി. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു പുതിയ വ്ളോഗുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. ജ്യോതിക ഫ്ലാറ്റായി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.